VT മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കഥ പറഞ്ഞു തുടങ്ങാം. നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും സിനിമാ ഫീൽഡിലുള്ള ഉറ്റ സുഹൃത്തുക്കളാണെന്ന് നമുക്കറിയാം. ഇരുവരും ചേർന്ന് ഹരികൃഷ്ണൻസ് മൂവി ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് സെറ്റിൽ വെച്ച് തങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. രണ്ടുപേരും തിരഞ്ഞെടുത്തത് ഒരേ ഫണ്ട് തന്നെയാണ്. ഇന്ന് UTA ലാർജ് ക്യാപ് ഫണ്ട് എന്നറിയപ്പെടുന്ന UTA മാസ്റ്റർ ഷെയർ ഫണ്ടാണ് തിരഞ്ഞെടുത്തത്. വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ 2013 ജനുവരി 1-ാം തീയതി സെബി മ്യൂച്വൽ ഫണ്ടുകളിൽ വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവന്നു. ഡയറക്റ്റ് പ്ലാൻ. വിവര സാങ്കേതിക വിദ്യയിൽ താല്പര്യമുള്ള മമ്മൂക്ക ഇത് ശ്രദ്ധിച്ചു. മമ്മൂക്ക അത് മനസ്സിലാക്കി ഏജന്റ് ഇല്ലാതെ നേരിട്ട് നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. കാരണം കമ്മീഷൻ ലാഭിക്കാം. അങ്ങനെ പഴയ ഇൻവെസ്റ്റ്മെന്റ് ഡയറക്റ്റ് പ്ലാനിലേക്ക് മാറ്റി. പക്ഷെ നമ്മുടെ ലാലേട്ടൻ അതൊക്കെ റിസ്ക് ആകുമെന്നോർത്ത് റെഗുലർ പ്ലാൻ തന്നെ തുടർന്നു. 30 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ അവരുടെ അക്കൗണ്ട് ബാലൻസ് നോക്കി. രണ്ടുപേരും ഒരേ ഫണ്ടിൽ ഒരേ തുകയല്ലേ ഇട്ടത്. പക്ഷെ റിസൾട്ട് ഞെട്ടിക്കുന്നതാണ്. പഴയ റെഗുലർ പ്ലാനിൽ തന്നെ തുടർന്ന ലാലേട്ടന്റെ നിക്ഷേപം ഏകദേശം 1.15 കോടി രൂപയായി വളർന്നു. എന്നാൽ 2013 വിവേകപൂർവ്വം ഡയറക്റ്റ് പ്ലാനിലേക്ക് മാറിയ മമ്മൂക്കയുടെ അതേ 1 ലക്ഷം രൂപ ഏകദേശം 1.35 കോടി രൂപയായി മാറി. ഒരേ ഫണ്ടിൽ ഒരേ കാലയളവിൽ പണം ഇട്ടിട്ടും മമ്മൂക്കയ്ക്ക് ലാലേട്ടനേക്കാൾ 20 ലക്ഷം രൂപ അധികം ലഭിച്ചു. ഈ വലിയ വ്യത്യാസത്തിന് കാരണം മമ്മൂക്ക ലാഭിച്ച ആ ചെറിയൊരു ശതമാനം ഏജന്റ് കമ്മീഷൻ വർഷങ്ങളായുള്ള കോമ്പൗണ്ടിങ്ങിലൂടെ വലിയൊരു തുകയായി വളർന്നതാണ്. സിനിമയിലെ ക്ലൈമാക്സിൽ ഹരിക്കാണോ കൃഷ്ണനാണോ പൂജയെ കിട്ടിയതെന്ന കാര്യത്തിൽ തർക്കമുണ്ടാകാം. പക്ഷെ നിക്ഷേപത്തിന്റെ ക്ലൈമാക്സിൽ വിജയിക്കുന്നത് മമ്മൂക്കയെ പോലെ അപ്ഡേറ്റഡ് ആയവരാണ്. പൊതുവെ ഫൈനാൻസ് കണ്ടന്റ് നിക്ഷേപം നടത്തുന്ന ആളുകൾ മാത്രമാണ് കേൾക്കാൻ താല്പര്യപ്പെടാറുള്ളത്. കുറച്ച് ഡ്രൈ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഫുൾ കേട്ടിരിക്കാൻ നമുക്ക് ക്ഷമ തോന്നാറില്ല. എന്തിനേറെ പറയുന്നു, എൻ്റെ ക്യാമറ ചേട്ടൻ പോലും പറയുന്നത് ഇത്രയും ഇൻഫർമേഷൻ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. എന്നാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളാക്കാമെന്ന് കരുതിയാണ് ഈ കഥ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഡയറക്റ്റ് പ്ലാനിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ബോണസായി ഇപ്പോഴത്തെ ഈ അൺസർട്ടനിറ്റി ഡയറക്റ്റ് പ്ലാനിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫണ്ടിനെ കുറിച്ചും മനസ്സിലാക്കാം. ആദ്യം എന്താണ് ഡയറക്റ്റ് പ്ലാൻ എന്നതിൽ നിന്ന് തുടങ്ങാം. ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസിൽ നിന്ന് ഇടനിലക്കാരോ ബാങ്കുകളോ ഇല്ലാതെ നേരിട്ട് നിക്ഷേപം നടത്തുന്ന രീതിയാണിത്. ഇവിടെ നിങ്ങൾക്കും ഫണ്ട് ഹൗസിനും ഇടയിൽ ആരും ഉണ്ടാകില്ല. എന്താണ് ഇതിന്റെ ഗുണം? ഏജന്റുമാർ ഇല്ലാത്തതിനാൽ അവർക്ക് നൽകേണ്ട കമ്മീഷൻ നിങ്ങൾക്ക് ലാഭിക്കാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കമ്മീഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും. ലാഭത്തിൽ നിന്ന് കമ്മീഷൻ കുറയ്ക്കാത്തതിനാൽ റെഗുലർ പ്ലാനിനേക്കാൾ കൂടുതൽ ലാഭം ഇതിൽ ലഭിക്കുന്നു. എന്തുകൊണ്ടാണ് സെബി ഇത് കൊണ്ടുവന്നത്? 2013 ജനുവരി 1 മുതൽക്കാണ് സെബി എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലും ഡയറക്റ്റ് പ്ലാൻ നിർബന്ധമാക്കിയത്. ഇതിന് പ്രധാനമായി 3 കാരണങ്ങളാണ് ഉണ്ടായത്. അതിലൊന്ന്, പലപ്പോഴും ഏജന്റുമാർക്ക് ലഭിക്കുന്ന ഉയർന്ന കമ്മീഷൻ ലക്ഷ്യം വെച്ച് അവർ മോശം ഫണ്ടുകൾ നിക്ഷേപകർക്ക് നൽകുന്നുണ്ടായിരുന്നു. ഇതൊഴിവാക്കി നിക്ഷേപകന് തന്റെ ലാഭം പൂർണ്ണമായും സ്വന്തമാക്കാൻ അവസരം നൽകുക എന്നതായിരുന്നു സെബിയുടെ പ്രധാന ലക്ഷ്യം. ട്രാൻസ്പെറൻസിയാണ് അടുത്ത കാരണം. നിങ്ങളുടെ പണത്തിൽ നിന്ന് എത്ര രൂപ കമ്മീഷനായി പോകുന്നു എന്ന് പലപ്പോഴും നിക്ഷേപകർ അറിയാറില്ല. ഡയറക്റ്റ് പ്ലാൻ വന്നതോടെ നിക്ഷേപകർക്ക് സ്വന്തമായി കാര്യങ്ങൾ പഠിക്കാനും ഇടനിലക്കാരില്ലാതെ തീരുമാനങ്ങൾ എടുക്കാനും സാധിച്ചു. കോസ്റ്റ് എഫിഷ്യൻസിയാണ് അടുത്തത്. ദീർഘകാല നിക്ഷേപങ്ങളിൽ 1% കമ്മീഷൻ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ വ്യത്യാസമുണ്ടാക്കും. സാധാരണക്കാരായ നിക്ഷേപകർക്ക് ഈ ഭീമമായ തുക നഷ്ടപ്പെടാതിരിക്കാൻ സെബി എടുത്ത വിപ്ലവകരമായ തീരുമാനമായിരുന്നു ഇത്. നിങ്ങളുടെ പണം വരുന്നത് മറ്റൊരാളുടെ കമ്മീഷനായി പോകരുത്, മറിച്ച് നിങ്ങളുടെ തന്നെ സമ്പാദ്യമായി മാറണമെന്ന ലക്ഷ്യത്തോടെയാണ് സെബി ഡയറക്റ്റ് പ്ലാൻ കൊണ്ടുവന്നത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള റെഗുലർ പ്ലാൻ ഡയറക്റ്റ് പ്ലാനിലേക്ക് മാറ്റണമെന്ന് തോന്നിയോ? സാരമില്ല, നമുക്ക് മാറ്റാം. പക്ഷെ അതിനായി പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സിറ്റ് ലോഡും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നിവയാണവ. ഇവ കണക്കിലെടുക്കാതെ മാറ്റം നടത്തിയാൽ ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടം വന്നേക്കാം. ഒരു നിശ്ചിത കാലയളവിന്, സാധാരണയായി 1 വർഷം വരെയൊക്കെ നിങ്ങൾ നിക്ഷേപം പിൻവലിക്കുകയോ പ്ലാൻ മാറ്റുകയോ ചെയ്താൽ ഫണ്ട് ഹൗസ് ഈടാക്കുന്ന പിഴയാണിത്. എന്തുകൊണ്ട് ഇത് ഇവിടെ ബാധകമാകുന്നു? നിങ്ങൾ ഒരു റെഗുലർ പ്ലാനിൽ നിന്ന് ഡയറക്റ്റ് പ്ലാനിലേക്ക് മാറുന്നത് സാങ്കേതികമായി പറഞ്ഞാൽ പഴയ പ്ലാൻ വിറ്റ് പുതിയ പ്ലാൻ വാങ്ങുന്നതിന് തുല്യമാണ്. മിക്ക ഇക്വിറ്റി ഫണ്ടുകളും 1 വർഷത്തിനുള്ളിൽ പണം മാറ്റിയാൽ 1% എക്സിറ്റ് ലോഡ് ഈടാക്കാറുണ്ട്. അതിനാൽ നിങ്ങളുടെ നിക്ഷേപം 1 വർഷം പൂർത്തിയാക്കിയ ശേഷം മാറ്റുന്നത് ഈ ചിലവ് ഒഴിവാക്കാൻ സഹായിക്കും. നിങ്ങൾ പ്ലാൻ മാറ്റുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിന് സർക്കാരിലേക്ക് നികുതി നൽകേണ്ടി വരാറുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പ്രകാരം നിക്ഷേപം തുടങ്ങി 1 വർഷത്തിനുള്ളിൽ മാറ്റിയാൽ ലാഭത്തിന്റെ 20% നികുതി നൽകണം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആണെങ്കിൽ, അതായത് നിക്ഷേപം 1 വർഷത്തിന് ശേഷമാണ് മാറ്റുന്നതെങ്കിൽ ഒരു സാമ്പത്തിക വർഷം 1.25 ലക്ഷം രൂപ വരെയുള്ള ലാഭത്തിന് നികുതിയില്ല. അതിനു മുകളിലുള്ള ലാഭത്തിന് 12.5% വരെ നികുതി നൽകണം. അപ്പോൾ എങ്ങനെ ബുദ്ധിപരമായി പ്ലാൻ മാറാം? വലിയൊരു തുക നിക്ഷേപം ഉണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് ഡയറക്റ്റ് പ്ലാനിലേക്ക് മാറ്റുന്നതിന് വലിയൊരു ടാക്സ് ബാധ്യത ഉണ്ടായേക്കാം.
അതിനാൽ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. 1. കാലാവധി നോക്കുക. 1 വർഷം തികഞ്ഞ യൂണിറ്റുകൾ മാത്രം ആദ്യം മാറ്റുക. ഇത് എക്സിറ്റ് ലോഡ് ഒഴിവാക്കാൻ സഹായിക്കും. ഓരോ വർഷവും 1.25 ലക്ഷം രൂപ വരെയുള്ള ലാഭം ടാക്സ് ഇല്ലാതെ പിൻവലിക്കാൻ സാധിക്കും. അതിനാൽ ഭാഗികമായി പ്ലാൻ മാറുന്നത് നികുതി കുറയ്ക്കാൻ സഹായിക്കും. പുതിയതായി നിക്ഷേപിക്കുന്നവരാണെങ്കിൽ എല്ലാ നിക്ഷേപങ്ങളും SIP ആണെങ്കിലും ലംസം ആണെങ്കിലും നേരിട്ട് ഡയറക്ട് പ്ലാനിൽ തന്നെ തുടങ്ങുക. അപ്പോൾ ഡയറക്ട് പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് തുടക്കത്തിൽ പറഞ്ഞ ബോണസ് ഫണ്ടിനെ കുറിച്ച് മനസ്സിലാക്കാം. ഡയറക്ട് പ്ലാൻ വഴി നമുക്ക് തിരഞ്ഞെടുക്കാൻ അനുയോജ്യമായ ഒരു ഫണ്ടാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. എന്താണ് ഈ ഫണ്ടിന്റെ പ്രത്യേകത? പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതിന് വലിയ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എന്നിങ്ങനെ എല്ലാ തരം കമ്പനികളും ഈ ഫണ്ട് പണം നിക്ഷേപിക്കുന്നു. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഫണ്ട് മാനേജർക്ക് എവിടെ വേണമെങ്കിലും നിക്ഷേപം മാറ്റാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ കമ്പനികളിൽ മാത്രമല്ല ആഗോളതലത്തിലുള്ള പ്രമുഖ കമ്പനികളിലും, ഉദാഹരണത്തിന് ആൽഫബറ്റ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികളിലും ഈ ഫണ്ട് നിക്ഷേപിക്കാറുണ്ട്. ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് നല്ലൊരു ഡൈവേഴ്സിഫിക്കേഷൻ നൽകുന്നു. നിലവിൽ ഈ ഫണ്ടിന്റെ ഒരു യൂണിറ്റിന്റെ വില 91 രൂപയാണ്. അസറ്റ് അണ്ടർ മാനേജ്മെന്റ് അഥവാ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആകെ തുക 1,33,969 കോടി രൂപയാണ്. ഇത്രയും വലിയ തുക ആളുകൾ ഈ ഫണ്ടിൽ വിശ്വസിച്ച് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നത് ഇതിന്റെ ജനപ്രീതി കാണിക്കുന്നു. എക്സ്പെൻസ് റേഷ്യോ 0.63%. കാരണം ഇതൊരു ഡയറക്ട് പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ചിലവ് വളരെ കുറവാണ്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇനി ഫണ്ടിൽ ഓൾറെഡി നിക്ഷേപിച്ചവർക്ക് എത്ര റിട്ടേൺ നൽകിയിട്ടുണ്ടെന്ന് കൂടെ മനസ്സിലാക്കാം. കഴിഞ്ഞ 3 വർഷത്തിൽ ശരാശരി 20.55% ലാഭവും 5 വർഷത്തിൽ 18.09% ലാഭവും ഈ ഫണ്ട് നൽകിയിട്ടുണ്ട്. അതായത് ബാങ്ക് FDയെക്കാളും വളരെ ഉയർന്ന ലാഭം ഫണ്ട് നൽകി. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. കുറഞ്ഞത് 5 വർഷമോ അതിൽ കൂടുതലോ കാലയളവിലേക്ക് പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികളുടെ വളർച്ചയിൽ പങ്കാളികളാകാൻ താല്പര്യമുള്ളവർക്കുമാണ് ഈ ഫണ്ട് കൂടുതൽ മികച്ചതാവുക. മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.